ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എത്ര കഴിച്ചാലും കൊതി തീരാത്തൊരു ഉരുളക്കിഴങ്ങ് നമുക്ക് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ഇല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞതോ എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ടത് എരിവിനൊക്കെ ആയിട്ട് വേണ്ടത് കുരുമുളകാണ്. അപ്പം ഞാൻ ബ്ലാക്ക് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിക്കൊപ്പം വെള്ളമൊന്നും ചേർക്കാണ്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനൊരു ശകലം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിലുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ആ ഒരു എരിവും തന്നെ നോക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ രുചി കൂട്ടുന്ന ഒന്നാണ് ഈ ഒരു തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ രണ്ടാം പാലൊന്നും എടുക്കുന്നില്ല, ഒന്നാം പാൽ മാത്രമാണ് വീത്തുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കുക. അതിനുശേഷം വെള്ളത്തിന് പകരം എത്രയാണോ നമുക്ക് വേണ്ടത് ലൂസ്, ആ ഒരു അളവിന് നമുക്ക് വീത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു കൂട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കൂടി മണവും രുചിയും വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കസ്തൂരി മെത്തി കൂടി ഞാൻ ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ട് നമുക്കൊന്ന് ഈ ഒരു ചൂടിൽ അടച്ച് വയ്ക്കാം. എന്നിട്ട് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നമ്മൾ എടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനൊരു ഉരുളക്കിഴങ്ങ് കറി കഴിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ മാത്രമേ വയ്ക്കത്തുള്ളൂ, അത്രയും ടേസ്റ്റാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടമില്ലാത്തവർക്ക് കൂടി നല്ല രീതിയിൽ ഇഷ്ടമാകും. അപ്പോൾ ഇത്രയും മെത്തേഡും ചെയ്യുക. ഞാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊരു ശകലം മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ദോശയ്ക്കൊപ്പവും കഴിക്കാം. വളരെ രുചിയാണ്. അപ്പത്തിനൊപ്പവും കഴിക്കാം, അതും വളരെ രുചിയാണ്. ചപ്പാത്തിക്കൊപ്പവും പൂരിക്കൊപ്പവും സ്വാദ് വളരെയേറെ തന്നെയാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് കറിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നല്ല മുറുമുറ നല്ല അടിപൊളിയായിട്ടുള്ള പൂരിക്കൊപ്പമാണ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിരുന്നു. നമുക്ക് എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോൾ ഈ ഒരു പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ഒപ്പം കട്ടനും കൂടെ ആയപ്പോഴത്തേക്കും കെങ്കിയാമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായി ഈ ഒരു ഉരുളക്കിഴങ്ങ് കറി ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, എൻജോയ്.